എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഗൂഗിളിലൂടെ എങ്ങനെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലൂടെ യൂട്യൂബ് വീഡിയോസ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് പഠിക്കുകയും വേണം. യൂട്യൂബിലൂടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഗൂഗിൾ ആഡ്സിലേക്കാണ് അവർ ഡൈവേർട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഗൂഗിൾ ആഡ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. സ്റ്റേ ട്യൂൺ വിത്ത് ദിസ് വീഡിയോ. അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റേഴ്സ് പ്രോഗ്രാമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട്. അതിനകത്ത് ചാനൽസ് ഞാൻ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെയായിട്ടും ആ പ്രോഗ്രാം എന്താണെന്ന് അറിയാത്തവർ ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ എന്താണെന്ന് കാണണം. അപ്ലൈ ചെയ്യേണ്ടവർ അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ വളരെ ക്വാളിറ്റി കണ്ടൻറ്റുള്ള ചാനലുകൾ മാത്രമേ ഞാൻ സോർട്ട് ഔട്ട് ചെയ്യുന്നുള്ളൂ. ഒരുപാട് കരോക്കെ ഒക്കെ ഇട്ട് പാടിയ പാട്ടുകളൊക്കെ വെച്ചിട്ടുള്ള കുറേ ചാനലുകളുണ്ട്. അതൊന്നും നമുക്ക് പ്രൊമോട്ട് ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെയുള്ള ചാനലുകൾ കയറിയും വരത്തില്ല. നല്ല സീരിയസ് ആയിട്ട് നല്ല സ്ട്രെയിൻ ചെയ്ത് കണ്ടൻറ് എടുക്കുന്ന എല്ലാ ചാനലുകളെയായിരിക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺ വിത്ത് ദ വീഡിയോ. എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ഗൂഗിൾ ആഡ്സ് വഴി പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെത്തി നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് എത്തുക. രണ്ട് രീതിയിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം, യൂട്യൂബ് ചാനലിലെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നതെല്ലാം ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ് മുഖേനയാണ്. ഇപ്പോൾ ഗൂഗിൾ ആഡ്സിൽ പോയി നമുക്കൊരു ഗൂഗിൾ ആഡ് അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പലരുടെയും ജിമെയിൽ അക്കൗണ്ടിൽ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ഉണ്ടാവാം. ഇനി അഥവാ ഇല്ലെങ്കിൽ പോലും യൂട്യൂബ് നമ്മളെ ഗൂഗിൾ ആഡ്സിലേക്കായിരിക്കും നമ്മളെ പുഷ് ചെയ്ത് വിടുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ വീഡിയോ മാനേജറിലല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ കണ്ടൻറ് എന്നുള്ള ഏരിയയിൽ ഓരോ കണ്ടൻറ്റുകളും ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോയെ ഞാൻ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രൊമോട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ പ്രൊമോട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗൂഗിൾ ആഡ്സിലേക്ക് സൈനപ്പ് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ് അഡ്വർടൈസിങ്ങിലേക്ക് സൈനപ്പ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ യൂട്യൂബ് അഡ്വർടൈസ്മെൻറ്റിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ 2-3 ചോദ്യങ്ങളാണുള്ളത്. നോക്കിയാൽ മതി. യൂട്യൂബും ഗൂഗിൾ ആഡ്സും കൂടെ കണക്ട് ചെയ്തിട്ടുള്ളൊരു ഏരിയയിലാണ് നമ്മൾ എത്തുക. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂസ് ഹൗ യുവർ ആഡ് വിൽ അപ്പിയർ, ചൂസ് യുവർ നമ്മൾ ഏത് ഏരിയയിലാണ്, അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസ് ആരാണ്, എത്ര രൂപയ്ക്കാണ് നമ്മൾ ആഡ് റൺ ചെയ്യാൻ പോകുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഗൂഗിൾ ആഡ്, ഇപ്പോൾ എൻ്റെ ഗൂഗിൾ ആഡ് അക്കൗണ്ടിൽ ഒരുപാട് അക്കൗണ്ടുകൾ ഉള്ളത് കൊണ്ട് ഒരുപാട് ആഡ്സ് ഇവിടെ ആഡ് അക്കൗണ്ടുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ജിമെയിലിൽ തന്നെ എത്ര ആഡ് അക്കൗണ്ടുകൾ വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയൊരു ആഡ് അക്കൗണ്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ന്യൂ ഗൂഗിൾ ആഡ് അക്കൗണ്ട് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ന്യൂ ഗൂഗിൾ ആഡ് അക്കൗണ്ട് എന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളിപ്പോൾ നോക്കിയാൽ മതി, ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗൂഗിൾ ആഡ്സിൽ ഉണ്ടാവുക. ഗൂഗിൾ ആഡ്സിൽ ഇവിടെ ഏറ്റവും മുകളിലെ ഓപ്ഷൻ നമ്മൾ ഓരോ ഓപ്ഷൻസും നമ്മൾ വായിച്ച് നോക്കണം. ഇവിടെ പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്. ഹൗ ഡു യു വാണ്ട് യുവർ ആഡ് ടു ഷോ ഓൺ യൂട്യൂബ്? യൂട്യൂബിൽ എങ്ങനെയാണ് നിങ്ങളുടെ പരസ്യം കാണിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ 2 രീതിയിലുള്ളതുണ്ട്. അതായത് ഓട്ടോമാറ്റിക്കലി പ്ലേഡ് ബിഫോർ, ഡ്യൂറിങ് ഓർ ആഫ്റ്റർ അതർ യൂട്യൂബ് വീഡിയോസ്. അതായത് യൂട്യൂബ് വീഡിയോസ് മറ്റുള്ള യൂട്യൂബ് വീഡിയോയിൽ സ്കിപ്പ് ആഡായിട്ട് വരുന്ന ഒരു രീതിയായിരിക്കും നമ്മുടെ പരസ്യം. അപ്പോൾ ഒരു 5 സെക്കൻഡ് കണ്ടതിന് ശേഷം ആളുകൾ സ്കിപ്പ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ഒരു എക്സ്റ്റേണൽ വെബ്സൈറ്റിൽ, നമുക്കൊരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ട്രാഫിക് ഡൈവേർട്ട് ചെയ്യാനാണ് കൂടുതലും ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്താണ്. അതായത് പ്ലേസ്ഡ് ആസ് എ തംബ്നെയിൽ നെക്സ്റ്റ് ടു റിലേറ്റഡ് വീഡിയോസ് ഓർ ഓൺ ദി യൂട്യൂബ് ഹോം പേജ്. യൂട്യൂബിൻ്റെ ഹോം പേജിലോ അതുപോലെ തന്നെ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയുടെ ഇടയിൽ, പോപ്പുലർ ആയിട്ടുള്ള വീഡിയോയുടെ ഇടയിൽ ആഡ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷന് വേണ്ടി ഈ പ്ലേസ്ഡ് അറ്റ് തംബ്നെയിൽ എന്നുള്ള രീതിയിൽ ക്ലിക്ക് ചെയ്യുക. വൺസ് നമ്മൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ വരണം, അതായത് നമ്മുടെ തംബ്നെയിൽ, അതായത് നമ്മുടെ പരസ്യം ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് പോലെ ആയിരിക്കും ഉണ്ടാവുക. ആഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഡെസ്ക്ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ നമ്മളിനി ഇവിടുന്ന് നമ്മൾ നേരെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ തംബ്നെയിൽ തൊട്ട് ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ അടുത്ത് പറയുന്ന കാര്യം, ഇതിന് താഴെ ഇവിടെ ഹെഡ്ലൈൻ, നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ താഴെ ഹെഡ്ലൈൻ ഉണ്ട്. ഹെഡ്ലൈൻ നമ്മൾ കൊടുക്കണം, എന്താണ് നമ്മളവിടെ വരേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ലേൺ ഹൗ ടു, നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. ലേൺ ഹൗ ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ് ഇൻ
10 minutes എന്നാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരിതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഹൗ ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ് ഇൻ 10 minutes എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെയുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ഡൊമൈൻ ആൻഡ് ഫ്രീ SSL സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കവിടെ ആദ്യത്തെ മെയിൻ ഹെഡ്ലൈനകത്ത് നമുക്ക് 100 ലെറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. രണ്ടാമത്തതിൽ നമുക്ക് അത്രയും ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഫ്രീ ഡൊമൈൻ ആൻഡ് ഫ്രീ SSL സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൽ ഫ്രീ ഡൊമൈൻ ഞാൻ സിമ്പിൾ ആഡ് ചെയ്ത് നോക്കാം. അപ്രൂവ് ആകുമെങ്കിൽ നമുക്കൊരു സിമ്പിൾ ഇട്ട് കൊടുത്ത് നോക്കാം. ഇനി ഡിസ്ക്രിപ്ഷൻ നമ്പർ ലൈനിൽ 3 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേരോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേരോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഡിസ്പ്ലേയിൽ ഇതുപോലെ ആയിരിക്കും വരിക. ഈ കാണുന്ന രീതിയിൽ ഹൗ ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ് എന്നുള്ള രീതിയിലാണ്, ഈ രീതിയിലാണ് വരിക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇത്രയും കാര്യം കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി നമ്മുടെ ഈ പരസ്യം എവിടെയൊക്കെയാണ് കാണിക്കേണ്ടത് എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്കിവിടെ നമ്മുടെ ലൊക്കേഷൻ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കേരള കൊടുക്കുന്നു. ദെൻ ഇനി വേറെ ഏതെങ്കിലും സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ദുബായിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ദുബായ് കൊടുക്കുന്നു. ഇപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ ഈ ഓരോ ഏരിയയും കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഇംപ്രഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇംപ്രഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരസ്യം കാണിക്കുന്നത്, അതായത് ഡിസ്പ്ലേ ചെയ്യുന്നതിനെയാണ് ഇംപ്രഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരാളുടെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഇംപ്രഷൻസ് ആണ്. ആ ഇംപ്രഷൻസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അത്രയും ഇംപ്രഷൻസ് വന്നാൽ, ഇപ്പോൾ 1 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ ഇംപ്രഷൻസ് എനിക്ക് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ അത്രയും വന്നു കഴിഞ്ഞാൽ 3000-നും 7000-നും ഇടയിൽ വ്യൂസ് എനിക്ക് ജനറേറ്റ് ആകുമെന്നും ഇവർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി അടുത്തത് നമ്മളുടെ ലാംഗ്വേജ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മലയാളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, മലയാളം കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ച് മലയാളികളും കൂടെ കാണാം. കാരണം നമ്മുടെ കണ്ടൻറ്റ് മലയാളത്തിലുള്ളതായതുകൊണ്ട് ഞാൻ മലയാളവും കൂടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇല്ലെങ്കിൽ നമ്മൾ ഈ ദുബായ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇടുമ്പോൾ അവിടുന്ന് മലയാളികളല്ലാത്ത ആളുകളുമൊക്കെ നമ്മുടെ പരസ്യം കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം മലയാളികൾ മാത്രം കണ്ടാൽ മതിയെങ്കിൽ ഇംഗ്ലീഷ് അങ്ങ് മാറ്റിയേക്കുക. അപ്പം പിന്നെ മലയാളം വ്യൂവേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഒരു വ്യൂസിന് അറൗണ്ട് 34 പൈസ മുതൽ 1 രൂപ 10 പൈസ വരെ വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ ഇവിടുന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് ഇപ്പം നമ്മുടെ ഏരിയ കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഏതൊക്കെ ഏജിലുള്ള ആളുകൾ കാണണം എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു 18 വയസ്സ് 24 വയസ്സ് വരെയുള്ളത്, 25 35 അങ്ങനെ എല്ലാ ഏജിലുള്ള ആളുകളും കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ല വളരെ സ്പെസിഫിക് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മാത്രം കൊടുക്കുക. ഇപ്പം ഞാൻ ഇത്രയുമാണ് 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെ ഉള്ളതിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അവിടുന്ന് ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കീപ് ഇൻട്രസ്റ്റ് ആസ് ബ്രോഡ് ആസ് പോസിബിൾ, റീച്ച് പീപ്പിൾ വിത്ത് സ്പെസിഫിക് ഇൻട്രസ്റ്റ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ചില കാറ്റഗറി യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് കാണുന്ന ആളുകളിലാണ് കൂടുതലായിട്ടും നമ്മളുടെ ഈ ഒരു കാര്യം കാണിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് സോഷ്യൽ മീഡിയ എന്തൂസിയാസ്റ്റ്, മൊബൈൽ എന്തൂസിയാസ്റ്റ്, ടെക്നോപോളിസ്, ഇങ്ങനെ ഇവർ കുറച്ച് ഓപ്ഷൻസ് തരുന്നുണ്ട്. ഇതിനകത്ത് ഓരോ കാറ്റഗറി, ഇപ്പം കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫുഡ് ആൻഡ് ഡൈനിങ് സെലക്ട് ചെയ്യുക. ലൈഫ് സ്റ്റൈലോ വ്ളോഗൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ, ഹോബീസ് അതുപോലുള്ള വീഡിയോസ് കാണുന്ന ആളുകളെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഓപ്ഷൻസും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പക്ഷേ നമുക്ക് വളരെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതൊക്കെയാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ ആലോചിച്ചിട്ട് ചെയ്യുക. ഇനി ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നേരെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ആദ്യത്തെ ഓപ്ഷൻ അങ്ങ് സെലക്ട് ചെയ്തിടുക. അപ്പം മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള ജോലിയായിരിക്കും അവർ ചെയ്യുക. സ്പെസിഫിക് ആളുകളല്ല, മാക്സിമം ആളുകളിലേക്ക്. അപ്പം വ്ളോഗ് അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ അങ്ങനെയൊക്കെയുള്ളതാണെന്നുണ്ടെങ്കിൽ കൂടുതലും സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളിലേക്ക് പോവുക. വളരെ ഈ ബ്രോഡ് കൊടുക്കുക. ഇനി എന്തെങ്കിലും ട്രെയിനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ നിങ്ങൾക്കൊരു സ്പെസിഫിക് കസ്റ്റമേഴ്സിനെ കിട്ടണമെന്നുള്ളതാണെങ്കിൽ റീച്ച് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ കീപ്പ് ഇൻട്രസ്റ്റ് ആസ് ബ്രോഡ് ആസ് പോസിബിൾ കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പം എത്ര രൂപയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം എനിക്കിവിടെ കാണിച്ചിരിക്കുന്ന 350 രൂപ സ്പെൻഡ് ചെയ്യുക, ഡെയിലി സ്പെൻഡ് ചെയ്താൽ എനിക്ക്
ഒരാഴ്ചയിലാണ് കേട്ടോ ഇത് ഡെയിലി ഇത്രയും ഇംപ്രഷൻ അല്ല, ഇത് നമ്മുടെ ഒരാഴ്ചയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു കൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. 350 രൂപ സ്പെൻഡ് ചെയ്താൽ അറൗണ്ട് 2600-നും 7100-നും ഇടയിൽ നമുക്ക് വ്യൂസ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് 350 രൂപ സ്പെൻഡ് ചെയ്താൽ ഇന്ന് നമുക്ക് 3000 വ്യൂസ് അല്ലെങ്കിൽ 7000 വ്യൂസ് കിട്ടുമെന്നല്ല. ഒരാഴ്ചയിൽ 350 രൂപ വെച്ച് സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 2500 രൂപയുടെ അടുത്ത് നമ്മൾ മുടക്കണം. അപ്പോൾ 2500 രൂപയുടെ അടുത്ത് മുടക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ 2600-നും 7100-നും ഇടയിൽ വ്യൂസ് കിട്ടുക. അതിൽ നിന്ന് സബ്സ്ക്രൈബർ എത്ര കിട്ടുമെന്നൊന്നും ഇവർ പറയുന്നില്ല. ഒരു പക്ഷേ അതിലൂടെ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും വരാം. അപ്പോൾ നമ്മളൊരു 3-4 ദിവസം റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ അറിയുകയുള്ളൂ എത്രത്തോളം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ 350 രൂപ തന്നെ ഇവിടെ കിടക്കുന്നു. അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം, അതല്ലെങ്കിൽ 100 രൂപ എന്നുള്ള രീതിയിൽ ഞാൻ ഇട്ട് കൊടുക്കും. 100 രൂപക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഇംപ്രഷൻ കുറയും. നമുക്ക് ഒരാഴ്ചയിൽ കിട്ടുന്നത് ഒരു 2500 വ്യൂസ് ആയിരിക്കും ഒരാഴ്ചയിൽ കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതിനെ ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം എനിക്ക് വ്യൂസ് കിട്ടും, 3500-നും 11,000-നും ഇടയിൽ വ്യൂസ് കിട്ടുമെന്നുള്ളതാണ് പിന്നെ കാണിക്കുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തു. അപ്പം ഇത്രയും ആ ഒരു എമൗണ്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതാണ് നമ്മൾ ചെയ്ത പരസ്യം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഹൗ യുവർ ആഡ് ഷോസ് പ്ലേസ്ഡ് ആസ് തംബ്നെയിൽ. ഇതിപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ പരസ്യം കാണിക്കുക എന്നുള്ളതുണ്ട്. ഇനി ഇതിൻ്റെ താഴെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ, മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയുണ്ട്. ദെൻ ഹൗ ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ് ഇൻ 10 minutes ഉണ്ട്. ഫ്രീ ഡൊമൈൻ ആൻഡ് ഫ്രീ SSL സർട്ടിഫിക്കറ്റ് ഉണ്ട്. കേരള, ദുബായ്, മലയാളം, അതുപോലെ ഇത്രയും ഓപ്ഷൻസ് കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെയിലി ബഡ്ജറ്റ് കൊടുത്തു. നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ടുള്ളതാണ് പിന്നെ കാണിക്കുക. പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് നമുക്ക് നമ്മളുടെ ഒരു പേയ്മെൻറ്റ് പ്രൊഫൈൽ ഇവിടെ ചിലപ്പോൾ നമുക്കൊക്കെ ഫ്രീ പ്രൊമോഷൻ കോഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ജിമെയിൽ വഴി നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സിൻ്റെ കോഡൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ആ കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈം സോൺ കറക്റ്റായിട്ട് കൊടുക്കുക. പേയ്മെൻറ്റ് പ്രൊഫൈൽ നമ്മളുടെ തന്നെ പ്രൊഫൈൽ കൊടുക്കുക. പേയ്മെൻറ്റ് മെത്തേഡിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. ഇവിടെ മണി ട്രാൻസ്ഫർ ഉണ്ട്, ആഡ്, ക്രെഡിറ്റ്, ഡെബിറ്റ് ഉണ്ട്, പിന്നെ ലിങ്ക് പേടിഎം ഉണ്ട്. ഇത് മാനുവൽ പേയ്മെൻറ്റ് തന്നെ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വേണ്ടി വരും. ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് കഴിവതും കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ മണി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഏരിയ അല്ല, നമ്മൾ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ പേടിഎം, നെറ്റ് ബാങ്കിങ് ഇതിലേതെങ്കിലും കൊടുക്കുക. നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ 500 രൂപയാണോ 1000 രൂപയാണോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഞാനത് സെലക്ട് ചെയ്തിട്ടില്ല, വെയിറ്റ്, ഓക്കെ, നെറ്റ് ബാങ്കിങ് തന്നെയാണ്, ഫണ്ട് യുവർ നെറ്റ് ബാങ്കിങ്. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നേരെ പേയ്മെൻറ്റ് ആഡ് ചെയ്യാനുള്ള ഏരിയയിലേക്കാണ് പോവുക. അപ്പോൾ ഇതുപോലെ നെറ്റ് ബാങ്കിങ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ നമ്മുടെ വെണ്ടറുടെ പേജ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ ആഡ്സിൻ്റെ പേയ്മെൻറ്റ് പേജിലേക്ക് പോകും. ഇവിടെ നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യാനായിട്ട് പറയും. ഏത് ബാങ്കാണ് നമ്മളതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പേ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഏരിയയിലേക്കാണ് പോവുക. ഇവിടെ നമുക്ക് ഏതാണോ എന്നുള്ള രീതിയിൽ നമ്മൾ വൺസ് ആഡ് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാമ്പയിൻ എമൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺഗ്രാറ്റ്സ് യു ആർ ഓൾ ഡൺ എന്നുള്ള രീതിയിൽ വരും. അതിനുശേഷം നമ്മളുടെ പരസ്യം നമുക്കൊന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ യുവർ ക്യാമ്പയിൻസ് എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഗൂഗിൾ ആഡ് അക്കൗണ്ടിലെത്തും. അതിൽ വീഡിയോ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പയിൻ ഇപ്പം ഏത് അവസ്ഥയിലാണ്, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ടാർഗറ്റഡ് ലൊക്കേഷൻ എന്താണ് എന്നുള്ളതൊക്കെ അറിയാം. ഇതിൽ നമ്മൾ ഈ ഗൂഗിൾ ആഡ് അക്കൗണ്ടിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ്സ് ആൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഏരിയയിൽ ആഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പരസ്യം കാണും. ഇത് ഇനേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പരസ്യത്തിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ സാധിക്കും. അത് അണ്ടർ റിവ്യൂ എന്ന് പറയുന്ന ഏരിയയിലായിരിക്കും വീഡിയോ ഡിസ്കവറി ആയിട്ടുള്ള രീതിയിൽ ഇതുണ്ടാവുക. ഈ അണ്ടർ റിവ്യൂ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്രൂവ് ആവും. പിന്നെ ഇവിടെ നമ്മൾ മൗസ് പോയിന്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ടൈം. മോസ്റ്റ് ആഡ്സ് ആർ റിവ്യൂഡ് വിത്തിൻ 1 business day. ഒരു ദിവസത്തിനുള്ളിൽ എല്ലാ ആഡ്സും റിവ്യൂ ചെയ്യുമെന്നാണ് ഗൂഗിൾ ആഡ്സ് പറയുന്നത്. നമ്മളത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ പോളിസിക്ക് എതിരായിട്ടുള്ള പല അഡ്വർടൈസ്മെൻറ്റുകളും പല ക്യാപ്ഷൻസും ഒന്നും അപ്രൂവൽ ആവില്ല. അത് ഈ അണ്ടർ റിവ്യൂ കഴിഞ്ഞതിന് ശേഷം ഡിസപ്രൂവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതി കാണിക്കുകയും ചെയ്യും.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു പരസ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വരാം. ഇനി പ്രൊമോട്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ആഡ് അക്കൗണ്ടിലേക്ക് ഡൈവേർട്ട് ആവും. ഈ പറയുന്ന അതേ പ്രോസസ്സിൽ നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് പരസ്യം റൺ ചെയ്യുന്നത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഗൂഗിൾ ആഡ് അക്കൗണ്ട് ചെയ്യേണ്ടത്. ബില്ലിങ്ങിലേക്ക് വീണ്ടും പോയി റീചാർജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ടൂൾസ് ആൻഡ് സെറ്റിങ്സിൽ ബില്ലിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് സമ്മറി ഈ ഏരിയയിൽ നമുക്ക് വരാം. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പേയ്മെൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ 1000 rupees ആഡ് ചെയ്തതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഇനി അടുത്ത വീണ്ടും പേയ്മെൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേക്ക് എ പേയ്മെൻറ്റ് കൊടുക്കുക. നമ്മൾ നേരത്തെ പേയ്മെൻറ്റ് ആഡ് ചെയ്ത പോലെ തന്നെ ആഡ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ഗൂഗിൾ ആഡ് അക്കൗണ്ടിൽ നമ്മൾ പേയ്മെൻറ്റും അല്ലെങ്കിൽ ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റും റൺ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും കണ്ടല്ലോ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ് വഴി പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മുടെ ചാനലിലൂടെ തന്നെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കയറുന്നതനുസരിച്ച് പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഈ മാറ്റങ്ങൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങളുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം നോക്കണം. എങ്കിൽ മാത്രമേ വീണ്ടും നമ്മൾ ചാനൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളൂ. കഴിവതും നമ്മൾ യൂട്യൂബിലൂടെ തന്നെയുള്ള പ്രൊമോഷൻസ് മാത്രം ചെയ്യുക. എക്സ്റ്റേണൽ സോഴ്സസ്, അതായത് പലരും സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ കൂട്ടിത്തരാമെന്ന് പറയുന്നതൊക്കെ യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ്. അത് യൂട്യൂബ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഡിസേബിൾ ആയി പോകും. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് മാത്രം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യുക. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ പുതിയ സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.